എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ മലയാളികൾ ഒരുപാട് രുചി നുകർന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പലതും ഇപ്പം നമ്മൾ അന്യം നിന്ന് പോയിരിക്കുകയാണ്. പലർക്കും ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളെ പഴയ കാലത്തെ പല കറികളും നിങ്ങൾക്കായി നമ്മുടെ ചാനലിൽ കൂടി നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ ദിവസം ഓരോ തരം കറികൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മലയാളികളുടെ നാവിലെ സ്വാദുമുകളങ്ങളെ വീണ്ടും ഉണർത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കറിയുടെ പേര് താളകം എന്നാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങൾ ആദ്യം നമ്മൾ ചേനയും നേന്ത്രക്കായും ചെറുതായി നുറുക്കി നമുക്കൊന്ന് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കാം. കാരണം നല്ല വേവുള്ളത് കൊണ്ടാണ് അത് കുക്കറിലേക്ക് ഇടുന്നത്. ഇത് മുങ്ങി കിടക്കുന്നത് പോലെ വെള്ളമൊഴിച്ച് ആദ്യം ഒരു 2-3 വിസിൽ വരുത്താം. ഉപ്പിടണ്ട, ചേന വേകാൻ താമസവും, അതുകൊണ്ട് ഉപ്പിടാതെ തന്നെ ആദ്യം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്കയും മുരിങ്ങയ്ക്കായുമാണ്. നമുക്ക് ഏത് കഷ്ണം ഇട്ട് വേണമെങ്കിലും ഈ താളകം തയ്യാറാക്കാം. നമ്മളുടെ കറിയുടെ അളവ് എത്ര വേണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഞാൻ ഇതിലേക്ക് ഒരു 50 ഗ്രാം മുരിങ്ങയ്ക്കായും വെള്ളരിക്കായും കൂടി എടുത്തിട്ടുണ്ട്. കുക്കറിൽ വെക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി നമുക്ക് വേവിക്കാം. ആദ്യം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 സ്പൂൺ എള്ള്, ഒരു 4 വറ്റൽമുളക്, ഒരു 1/2 സ്പൂൺ പച്ചരി എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം ചെറു തീയിൽ വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ. നന്നായി ചുവന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതാക്കി ചൂടാക്കിയാൽ മതി കേട്ടോ, വല്ലാണ്ട് ചൂടാവണ്ട. ചെറുതായി ഒന്ന് ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായി ആറിയ ശേഷം അരച്ചും എടുക്കാം. വെള്ളരിക്കായും മുരിങ്ങയ്ക്കായും നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച ചേനയും കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് പുളി ഒഴിച്ച് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ പുളി എന്നിവയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. പുളിയെല്ലാം ഒഴിച്ച് നന്നായി കറി തിളയ്ക്കുന്നുണ്ട്. വേണ്ട, മസാല അരച്ചതാണ്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതാണ്. ഇതിലേക്ക് കടുക് താളിച്ചത് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ കടുകും ഒരു വറ്റൽമുളക് നുറുക്കിയതും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? രുചികരമായ നമ്മളുടെ താളകം തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ താളകം കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ വീടുകളിൽ ചെയ്ത് നമ്മളുടെ വീട്ടിലെ മുതിർന്നവർക്കും ചെറിയവർക്കും എല്ലാം തയ്യാറാക്കി കൊടുത്ത് അവരുടെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കുക.